Hi viewers, today we are discussing the subject Labor Law and Industrial Relations of S5 BBA and the Kerala University and myself Mary Netto from Department of Management DBC Kottayam. Today we are discussing the topic Prevention of Industrial Dispute or how can we prevent industrial dispute or industrial conflicts. These are the following measures that can be avoid disputes, that is industrial dispute. That is modern standing order, code of industrial discipline, grievance procedure, collective bargaining, works committee, joint management council, suggestion scheme, then joint consultative machinery, then tri-party bodies and the labor welfare office. So already we discussed the first one, that is model standing orders and the code of industrial discipline. So this session we are discussing the grievance procedure, that is the measures to avoid industrial dispute. So before going for topic grievance procedure, first we want to know what is grievance, what the term means grievance. So grievance is in broadly say, grievance means a real or imaginary feeling of dissatisfaction and injustice which an employee has about his employment relation, or we can say that any dissatisfaction or feeling of injustice in connection with one's employment situation that is brought to the attention of management. അപ്പോൾ ഒരു ഗ്രിവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മലയാളത്തിൽ വി ക്യാൻ സേ പരാതികൾ ഇല്ലേ. ഏതൊരു ഇൻഡസ്ട്രിയിലും ഗ്രിവൻസ് പ്രൊസീജിയർ, അതായത് എംപ്ലോയീസിന് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ളൊരു മെത്തേഡ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കണം. സോ ഗ്രിവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ റിയൽ ഓർ ഇമാജിനറി ഫീലിംഗ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ. ചിലപ്പം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, അതൊരു ഫീലിംഗ് ആണ്. ചിലപ്പോൾ ഒരു ഇമാജിനറി ഫീലിംഗ് ആവാം. നമ്മൾ എംപ്ലോയർ എന്ത് ചെയ്താലും അവർക്ക് നല്ലതല്ല അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്നൊരു ഇമാജിനറി ഫീലാണ്. ചിലപ്പോൾ റിയൽ സിറ്റുവേഷനിൽ അതൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻജസ്റ്റിസ്, നീതിയില്ലായ്മയാകാം. സോ അത് എന്തിലായിരിക്കണം, ഒരു എംപ്ലോയ്മെൻറ്റ് റിലേഷൻ, അതായത് ജോലിയിലിരിക്കെ ഇൻഡസ്ട്രിക്ക് അകത്തുണ്ടാവുന്ന ഒരു ഡിസാറ്റിസ്ഫാക്ഷനെയാണ് നമ്മളെപ്പോഴും ഗ്രിവൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ സ്പെസിഫിക് ഫോർമൽ ഡിസാറ്റിസ്ഫാക്ഷൻ എക്സ്പ്രസ് ത്രൂ ആൻ ഐഡൻറ്റിഫൈഡ് പ്രൊസീജിയർ. അപ്പം ഈ ഡിസാറ്റിസ്ഫാക്ഷനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഐഡൻറ്റിഫൈഡ് പ്രോസസ്. അതായത് ഇൻഡസ്ട്രിയിൽ കിടന്ന് കൂകി വിളിക്കുകയോ സമരം ചെയ്യുകയോ അല്ല. എല്ലാ ഇൻഡസ്ട്രീസിനും തൻ്റെ പരാതികൾ പരിഹരിക്കുക അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ പരാതികൾ പരിഹരിക്കാൻ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ മെഷീനറി ഉണ്ടായിരിക്കും. ആ മേഖലയിലൂടെ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മുടെ ഡിസാറ്റിസ്ഫാക്ഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യാവൂ. So it's a complaint, or other hand we can say it is a dissatisfaction that is not expressed through the formal ഗ്രിവൻസ് പ്രൊസീജിയർ. അപ്പോൾ ഒരു ഗ്രിവൻസ് പ്രൊസീജിയർ ഇല്ലേ, ഏതൊരു ഇപ്പം നമ്മൾ ഈ ടോപ്പിക്ക് ഗ്രിവൻസ് പ്രൊസീജിയർ പഠിക്കുന്നതിന് മുമ്പേ എന്താണ് ഗ്രിവൻസ് എന്ന് അറിയണം. സോ ഇറ്റ് ഈസ് ക്ലിയർലി സേ ദാറ്റ് ഒരു ഡിസ്കണ്ടൻറ്റ് ഓർ എ ഡിസ്സാറ്റിസ്ഫാക്ഷൻ, whether expressed or not, whether valid or not, arising out of anything connected with the company that an employee thinks or believes or even feels is unfair, unjust or ഇൻഇക്വിറ്റബിൾ. അപ്പോൾ എംപ്ലോയി എന്ന നിലയിൽ അയാൾക്കുണ്ടാകുന്ന ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ അത് വാലിഡോ അല്ലേ, ചിലപ്പോൾ നിയമപരമായ അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിലപ്പോൾ അയാളുടെ തോന്നലാവാം അല്ലെങ്കിൽ ഒരു റിയൽ സിറ്റുവേഷൻ ആവാം. പക്ഷേ എന്തുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം, ഒരു എംപ്ലോയി എന്ന നിലയിൽ ഇൻഡസ്ട്രിയായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അത് അയാളുടെ ചിന്തകളാകാം, ചിലപ്പം ഒരു അൺഫെയർ ആവാം, അൺജസ്റ്റ് ആവാം, ഇൻഇക്വിറ്റബിൾ ആവാം. അപ്പം ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ഒരു അസംതൃപ്തിയെയാണ് നമ്മൾ ഗ്രിവൻസ് എന്ന് പറയുന്നത്. So let's see what are the causes of grievances. So grievance may arise due to the following reasons. That is, here we have 4 reasons. That is, grievance arising out of working conditions, grievance arising from management policy, so grievances arising from aligned violations, and the fourth is grievance arising out of personal maladjustment. So the first is grievance arising out of working condition. അതായത് പരാതികൾ, ഫസ്റ്റ് പരാതി അല്ലെങ്കിൽ ഗ്രിവൻസ് വരുന്ന എവിടെയാണ്, എംപ്ലോയീസിൻ്റെ വർക്കിംഗ് കണ്ടീഷനിൽ നിന്നാണ്. അപ്പോൾ അതിൽ നമുക്ക് പറയാവുന്ന എക്സാമ്പിൾസ് എന്താണ്, ഒരു പുവർ ഫിസിക്കൽ കണ്ടീഷൻസ് ഓഫ് വർക്ക് പ്ലേസ് അല്ലേ, നമ്മൾ ജോലി ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഫിസിക്കൽ കണ്ടീഷൻ ശരിയായിട്ടുള്ള രീതികൾ, ഇപ്പം നമുക്ക് ഒരു ഓഫീസ് വർക്ക് ആണെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് സീറ്റിങ്സ് ഇല്ല, ലൈറ്റിംഗ് ഇല്ല, വെന്റിലേഷൻ ഇല്ല, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി. അപ്പം
ഒരു വർക്ക് പ്ലേസിൽ തരുന്ന ഫിസിക്കൽ കണ്ടീഷൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആവാം. പിന്നെ വെരി ടൈറ്റ് പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്സ് അല്ലേ, അതായത് ഒരു ദിവസം നമുക്ക് ഇത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം, ചിലപ്പോൾ അത് സമയത്തിന് ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളത് ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ അത് ശരിക്കും അത് ചെയ്ത് തീർത്തിരിക്കണം. ടൈറ്റായിട്ടൊരു പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ എന്താണ് നോൺ അവൈലബിലിറ്റി ഓഫ് പുവർ ടൂൾസ് ആൻഡ് മെഷീൻസ്. അല്ലെങ്കിൽ നമുക്കറിയാം പ്രൊഡ്യൂസ് ചെയ്യണം, നമുക്ക് ഇത്ര യൂണിറ്റ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യണം, പക്ഷേ അതിന് വേണ്ടുന്ന മെഷീൻസോ പ്രോപ്പറായിട്ടുള്ള ടൂൾസ് നമുക്കില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫെയിലിയർ ടു മെയിൻറ്റെയിൻ പ്രോപ്പർ ഡിസിപ്ലിൻ ഇല്ലേ, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഡിസിപ്ലിനറി മെഷേഴ്സ് ഇല്ലേ, ഒത്തിരി ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് അവർ പറയുന്നുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് അവർ ഫോളോ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ മിസ്മാച്ച് ഓഫ് ദി വർക്കർ വിത്ത് ദി ജോബ് ഇല്ലേ, അതായത് ഞാൻ ചെയ്യുന്ന ജോലിയും എൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എൻ്റെ വർക്കറിനെന്ന് പറയുന്ന എൻ്റെ കേപ്പബിലിറ്റി ടാലൻറ്റും ഞാൻ ചെയ്യുന്ന ജോലിയായിട്ട് മിസ്മാച്ചിങ് അല്ലെങ്കിൽ മാച്ച് ആവുന്നില്ല. അങ്ങനെ വരുമ്പോഴെന്താണ്, എനിക്കതിൽ പരാതികളുണ്ട്. ഓർ വി ക്യാൻ സേ പുവർ റിലേഷൻഷിപ്പ് വിത്ത് ദി സൂപ്പർവൈസർ, ഞാനും സൂപ്പർവൈസറും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ്. അപ്പം ദ ഫസ്റ്റ് കോസസ് ഓഫ് ഗ്രിവൻസ് അറൈസിങ് ഔട്ട് ഓഫ് വർക്കിംഗ് കണ്ടീഷൻസ്. സെക്കൻഡ് പറയുന്നത് ഗ്രിവൻസ് അറൈസിങ് ഫ്രം മാനേജ്മെൻറ്റ് പോളിസീസ്. അറിയാലോ, മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില എംപ്ലോയീസിൻ്റെ HR പോളിസീസിൽ വരുന്ന ഡിഫറൻസുകൾ, ദാറ്റ് ഈസ് വേജ് റേറ്റ്സ് ആൻഡ് മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ്സ്. അപ്പോൾ ആദ്യം എപ്പോഴും നമുക്ക് മാനേജ്മെൻറ്റ് പരാതി വരാനുള്ള ഭാഗം എന്താണ്, വേജ് റേറ്റ്സ് അല്ലേ, നമുക്ക് തരുന്ന വേതനം അല്ലെങ്കിൽ ശമ്പളം, അതിൻ്റെ മെത്തേഡ്സ്, മോഡ് ഓഫ് ഇല്ലേ, അല്ലെങ്കിൽ അതിലുണ്ടാകുന്നൊരു പ്രശ്നം. ദെൻ ഓവർ ടൈം ആൻഡ് ഇൻസെൻറ്റീവ് സ്കീം ഇല്ലേ, എല്ലാ കമ്പനീസിലും പ്രൊഡക്ഷൻ വൈസ് ഓവർ ടൈം ഫെസിലിറ്റി ഉണ്ട്. ഓവർ ടൈം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സാധാരണ ചെയ്യുന്ന ജോലിയെക്കാട്ടി നമുക്ക് ശമ്പളം ഇരട്ടി തരണം, അതാണ് ഒരു ഓവർ ടൈം. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസെൻറ്റീവ് സ്കീമുമായിട്ടുള്ള വരുന്ന ചില പ്രോബ്ലംസ് ആവാം. അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫേഴ്സ്, പ്രൊമോഷൻ, അല്ലെങ്കിൽ ഡിസ്ചാർജ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ കരിയർ ഗ്രോത്ത്. അറിയാലോ, ഇപ്പോൾ നമ്മൾ തന്നെ MBA കഴിഞ്ഞ ഒരു വ്യക്തി ഒരു ഇൻഡസ്ട്രി മിഡിൽ ലെവലിൽ കയറും. നമ്മുടെ ആഗ്രഹം എന്താണ്, ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ 3 ഇയർ കഴിയുമ്പോൾ നമ്മളൊരു എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ചെന്ന് ഇറങ്ങണം. അതായിരിക്കും നമ്മുടെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ചില ഇൻഡസ്ട്രീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിലും അവിടെ എന്തുണ്ടാവും, പരാതികളുണ്ടാവും. പിന്നെ പറഞ്ഞാൽ എന്താണ്, പെനാൽറ്റീസ് ഇമ്പോസ് ഫോർ മിസ്കണ്ടക്ട്. ചിലപ്പോൾ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് വയലേറ്റ് ചെയ്യുമ്പം അവരെന്തെയും ഇൻഡസ്ട്രി പെനാൽറ്റീസ് ഈടാക്കാറുണ്ട്. അപ്പോൾ ആ പെനാൽറ്റിക്കെതിരെ എന്താണ്, ചിലപ്പോൾ എംപ്ലോയീസ് ഗ്രിവൻസ് പരാതി പറയാറുണ്ട്. പിന്നെ ലീവ് ഫെസിലിറ്റി, നമ്മുടെ സീനിയോറിറ്റി മെറിറ്റ് ബേസിസ്, അങ്ങനെയുള്ള ചില പരാതികൾ. അപ്പം ഒരു മാനേജ്മെൻറ്റിൻ്റെ അവർ ഫ്രെയിം ചെയ്യുന്ന പോളിസിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാരണങ്ങളിൽ എംപ്ലോയീസിന് എന്തുണ്ടാവും, പരാതികളുണ്ടാവും. ആൻഡ് ദ തേർഡ് ഈസ് ഗ്രിവൻസസ് അറൈസിങ് ഫ്രം അലൈഡ് വയലേഷൻസ്. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്, ദ കളക്റ്റീവ് ബാർഗെയിനിങ് എഗ്രിമെൻറ്റ്സ്. അപ്പോൾ അറിയാലോ, ട്രേഡ് യൂണിയൻസ് ഉണ്ടാവും. ട്രേഡ് യൂണിയൻസ് എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് വേണ്ടിയാണ്. സോ ദേ ഓൾവേസ് മൂവ് ഇൻ ദ ഫോം ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് സ്റ്റൈൽ. പിന്നെ കമ്പനീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പം ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വയലേഷൻ, കമ്പനിക്ക് റൂൾസും പ്രൊസീജിയേഴ്സും ഉണ്ട്, പക്ഷേ ഇതൊന്നും പാലിക്കാതെ വരുമ്പോഴും ചിലപ്പോൾ ചില ഇഷ്യൂസ് അവിടെ ഉണ്ടാകാറുണ്ട്. പിന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലോസ്, നിയമങ്ങളുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ, ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ പാലിക്കാതെ വരുമ്പോഴും അവിടെയും എന്താണ്, എംപ്ലോയീസിന് ചില പരാതികൾ അല്ലേ, അല്ലെങ്കിൽ ഇൻഡസ്ട്രി നിയമത്തിൽ പറയുന്നത് ഇങ്ങനെ, എംപ്ലോയർ ചെയ്യുന്നത് വേറൊരു രീതി. അപ്പോൾ എംപ്ലോയീസ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അത് പരാതിയിൽ കൊണ്ടെത്തിക്കും. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെൻറ്റ് അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ എംപ്ലോയീസിന് എന്തുണ്ടാകും, ചില പരാതികളുണ്ടാകും. ആൻഡ് ദ ഫോർത്ത് ഈസ് ഗ്രിവൻസസ് അറൈസിങ് ഔട്ട് ഓഫ് പേഴ്സണൽ മാലഡ്ജസ്റ്റ്മെൻറ്റ്, ദാറ്റ് മീൻസ് ഓവർ അംബീഷൻ. ഇപ്പോൾ ചില കേസുകളിൽ എന്താണ്, അവർക്ക് തന്നെ അല്ലേ, ഞാൻ വന്നു കയറുന്ന ഒരു വ്യക്തിക്ക്, ഞാൻ തുടക്കക്കാരനൊരു മിഡിൽ ലെവലാണ്, എനിക്കൊരു 2 വർഷം കഴിയുമ്പോൾ എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ എത്താം, പക്ഷേ ആ ഇൻഡസ്ട്രിയിൽ അതിനുള്ളൊരു സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ അവിടെ സീനിയറായിട്ടുള്ള വേറെ വ്യക്തികളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ്, അതൊരു ഓവർ അംബീഷനായി മാറുകയും അല്ലെങ്കിൽ അത് നടക്കാതെ വരികയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ ഇംപ്രാക്ടിക്കൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ്, അതായത് ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആകാത്ത ചില ആഗ്രഹങ്ങൾ അല്ലേ, നമ്മുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ലേ, ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ട് നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കുക പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാതെ നടക്കാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ കൂടുതൽ അല്ലേ ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി മുന്നോട്ട് പോയിട്ടൊക്കെ. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് അല്ലെ ഇംപ്രാക്ടിക്കൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ലൈഫും ഒരു പരിധിവരെ എന്താണ്, ചില പരാതികൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം ദീസ് ആർ ദ 4 മേജർ കോസസ്, ദാറ്റ് ഇസ് ഗ്രിവൻസ് അറൈസിങ് ഔട്ട് ഓഫ് working condition, grievances arising from the management policy, so grievances arising from allied violations, and the last is grievances arising out of personal maladjustment. So the next is the methods that helps to understand employees grievances. So we can say the best approach towards grievance is to anticipate them
and take steps to tackle them before the grievances assume dangerous proposition. So, an ordinary manager redress grievances as and when they arise. So, an excellent manager anticipates and prevents them, and managers can now understand the grievance with the help of the following methods. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു ഗ്രിവൻസ് അറിയാലോ, നമ്മൾ ഓരോരുത്തരും നാളെ പി ജി ഒക്കെ അല്ലെങ്കിൽ എം ബി ഒക്കെ കഴിഞ്ഞ് ഒരു ഓർഗനൈസേഷനിൽ എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ ഇരിക്കേണ്ടവരാണ്. അപ്പോൾ അവിടെ നമ്മളൊരു മാനേജറായിട്ട് ഇരുന്നാൽ തൻ്റെ എംപ്ലോയീസ് ഒരു പരാതി കൊണ്ടുവരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു പരാതി ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോഴേ നല്ലൊരു മാനേജറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പരാതി വരുന്നതിന് മുൻപേ നമുക്കത് കണ്ടെത്താനും അത് സോൾവ് ചെയ്യാനും പറ്റണം. സോ ആൻ എക്സലൻറ്റ് മാനേജർ ആൻറ്റിസിപ്പേറ്റ്സ് ആൻഡ് പ്രിവെൻറ്റ്സ് അല്ലേ, ഒരു എക്സലൻറ്റ് മാനേജർ ആണെങ്കിൽ അത് മുൻകൂട്ടി അറിയാൻ പറ്റുകയും അത് അവർ ആ പരാതി പറയുന്നതിന് മുന്നേ നമുക്കതിനെ സോൾവ് ചെയ്യാനും പറ്റണം. സോ ദീസ് ആർ ദ ഫോളോയിങ് മെത്തേഡ്സ് that would help the understand the employees grievances. That is exit interview, then second is opinion surveys, and the third is grey boxes, and the fourth is open door policy. So let's see what is exit interview. Exit ഈ വാക്ക് നിങ്ങൾ എവിടെയെല്ലാം കണ്ടില്ലേ, നമ്മൾ കൂടുതൽ സിനിമ തിയേറ്റേഴ്സിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ വലുതായിട്ട് എഴുതിയിട്ടുണ്ട് എക്സിറ്റ്, പുറത്തേക്കുള്ള വഴി, നമ്മൾ അതുവഴിയാണ് പുറത്തേക്ക് പോകുന്നത് അല്ലേ. അപ്പം ഒരു എക്സിറ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ഇൻ്റർവ്യൂ ഓഫ് എവറി എംപ്ലോയി ഹു ക്വിറ്റ് ദ ഓർഗനൈസേഷൻ ക്യാൻ റിവീൽ എംപ്ലോയീസ് ഗ്രിവൻസസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ആർക്ക് വേണ്ടിയുള്ളതാണ്, ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു പോകുന്ന എംപ്ലോയീസിന് വേണ്ടിയുള്ളതാണ് ഒരു എക്സിറ്റ് ഇൻ്റർവ്യൂ. എന്തുകൊണ്ട് നിങ്ങൾ ഈ ഇൻഡസ്ട്രി ക്വിറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇൻഡസ്ട്രി വിട്ടു പോയി എന്ന് അവരെ അവിടെ അന്വേഷിക്കുക. അപ്പം ആ ഒരു അന്വേഷണത്തിലൂടെ അവരുടെ പരാതികൾ, അവരുടേതായ പേഴ്സണൽ പ്രോബ്ലംസ് ആണെങ്കിലും ഒക്കെ ഇൻഡസ്ട്രിയുടേതായ എന്തെങ്കിലും പോരായ്മകളാണെങ്കിൽ എക്സിറ്റ് ഇൻ്റർവ്യൂയിലൂടെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ മോസ്റ്റ് ഓഫ് ദി എംപ്ലോയീസ് ക്വിറ്റ് ദ കമ്പനി ഡ്യൂ ടു സം ഡിസാറ്റിസ്ഫാക്ഷൻ. അറിയാലോ, നാളെ നിങ്ങൾ ഓരോരുത്തരും ജോലിയിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചിലർ തുടക്കം മുതൽ അവസാനം വരെ ഓരോ ഇൻഡസ്ട്രി സ്റ്റിക്ക് ഓൺ ചെയ്യും, ചിലർ എന്ത് ചെയ്യും, ഒരു 6 months 1 year കഴിയുമ്പോൾ അടുത്ത ഇൻഡസ്ട്രിയിലേക്ക് പോകും അല്ലേ. സാധാരണ ഒരു ചൊല്ലുണ്ട് അല്ലേ, MBS ആർ ലൈക്ക് മങ്കീസ്. എപ്പോഴും അവരെങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി വിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ ഇൻഡസ്ട്രി വിട്ട് ഇൻഡസ്ട്രിയിലേക്ക് പോകും. സോ എല്ലാ എംപ്ലോയീസും കമ്പനി ക്വിറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണ്, ചില ഡിസാറ്റിസ്ഫാക്ഷൻസ് ആണ്. സോ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് കെയർ ആൻഡ് എംപത്തി ഈസ് നെസസറി ഫോർ സക്സസ്ഫുൾ എക്സിറ്റ് ഇൻ്റർവ്യൂ. അങ്ങനെയാണെങ്കിൽ ഒരു എക്സിറ്റ് ഇൻ്റർവ്യൂ നടത്തുമ്പം വി ഷുഡ് അറ്റ്മോസ്റ്റ് കെയർ. എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഓർഗനൈസേഷൻ്റെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഇവർ വിട്ടുപോയത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ദ ഫസ്റ്റ് ഈസ് എക്സിറ്റ് ഇൻ്റർവ്യൂ. സെക്കൻഡ് ഈസ് വി ക്യാൻ സേ ഒപ്പീനിയൻ സർവേസ്. A survey is conducted to elicit the opinion of employee regarding the organization and its management. ഇല്ലേ, അപ്പം ഒപ്പീനിയൻ സർവേ എന്ന വാക്കിൽ തന്നെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എംപ്ലോയീസിൻ്റെ ഭാഗത്ത് നിന്ന് മാനേജ്മെൻറ്റിൻ്റെയും ഓർഗനൈസേഷൻ്റെയും കാര്യത്തിൽ ഒപ്പീനിയൻ എങ്ങനെയുണ്ട് തൻ്റെ ഓർഗനൈസേഷൻ, മാനേജ്മെൻറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോളിസീസ് എങ്ങനെയുണ്ടെന്ന് അവരോട് ചോദിക്കുകയാണ്. ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ഗ്രൂപ്പ് മീറ്റിംഗ്സ് or periodical interviews with workers and the collective bargaining sections, and also helpful to knowing employee discontent before it comes as a grievance. അപ്പം ഒരു as a manager we should meet the employee frequently, or we can call a periodical interviews, or we can call up for a collective bargaining sections. അപ്പം ഇങ്ങനെയുള്ള സെഷൻസ് വഴി ഒരു എംപ്ലോയീസിൻ്റെ ഒപ്പീനിയൻ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഓർഗനൈസേഷനിലെ വർക്ക്സ് എല്ലാം സ്മൂത്ത് ആണോ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ബിഫോർ ഇറ്റ് കംസ് ആസ് എ ഗ്രീവൻസ് വി ക്യാൻ സോൾവ് ഇറ്റ് ബിഫോർ ദാറ്റ്. ആൻഡ് ദ തേർഡ് ഇസ് ഗ്രേപ്പ് ബോക്സസ്. In these boxes, employee can drop their anonymous complaints. ഇല്ലേ, എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ചില തുണിക്കടയിലോ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിൽ ചെന്നാൽ അവിടെ സജഷൻ ബോക്സുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇല്ലേ. ഇപ്പോൾ ഈവൻ നമ്മുടെ കോളേജിലുണ്ട്, ഓഫീസിൽ സജഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് ഫാദർ അനൗൺസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതിൽ എഴുതിയിടാം, നിങ്ങളുടെ പേര് വെക്കേണ്ട. അപ്പോൾ നമ്മുടെ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ സമയത്തിൻ്റെയോ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സജഷൻസ് ആയിട്ട് അതിൽ പുട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ ഇൻഡസ്ട്രിയിൽ വയ്ക്കുന്ന ഒരു ഗ്രേപ്പ് ബോക്സ് ഉണ്ട്. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്, അനോണിമസ് കംപ്ലൈൻറ്റ്. ഇപ്പോൾ ചിലത് നമുക്ക് നേരിട്ട് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി പോകുമോ, അല്ലെങ്കിൽ എന്നെ അവരങ്ങനെ കാണുമോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേപ്പറിൽ ഇത് എഴുതി നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോക്സിൽ
ഇടാം. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സജഷൻ ബോക്സ്. അപ്പോൾ ഒരു സജഷൻ ബോക്സ് പോലെയാണ് അതിൻ്റെ ഒരു മറ്റൊരു വാക്കെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഗ്രൈപ്പ് ബോക്സസ് വിച്ച് എംപ്ലോയി ഡ്രോപ്പ് ദെയർ സജഷൻ വിത്ത് ദെയർ നെയിം റിട്ടൺ ഓൺ ദം. അപ്പോൾ ചില കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേര് അതിൽ എഴുതിയിടാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്താണോ പറയാനുള്ളത് അത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. And the last is open door policy. It is an important 2-mark question. What is open door policy? So it implies a general invitation to the employee to informally drop manager's room and any time and talk over their grievances. So an open door policy means it implies a general invitation the employees to informally drop in the manager's room anytime and talk over their grievances. അപ്പോൾ ഓപ്പൺ ഡോർ ആ വാക്കിൽ തന്നെ ഒന്നില്ലേ, തുറന്ന വാതിൽ. അപ്പോൾ ഇവിടെ സംബന്ധിച്ചോളം എന്താണ്, എംപ്ലോയീസിന് പരാതികളുണ്ടെങ്കിൽ മാനേജേഴ്സിൻ്റെ റൂമിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാം. അതായത് നിങ്ങളുടെ പരാതികൾ നേരിട്ട് നമുക്ക് അവരോട് പറയാം. സോ ദിസ് പോളിസി ഈസ് യൂസ്ഫുൾ ഇൻ കീപ്പിംഗ് ടച്ച് വിത്ത് എംപ്ലോയി ഫീലിംഗ്. അപ്പോൾ നേരിട്ട് സംസാരിക്കുമ്പം എംപ്ലോയീസിൻ്റെ ഫീൽ അത് മാനേജേഴ്സിന് നേരിട്ട് മനസ്സിലാക്കാം. ബട്ട് ഇറ്റ് സഫർ സം ലിമിറ്റേഷൻസ്. പക്ഷേ ചില കേസുകളിൽ നമുക്ക് എന്താണ്, ചില ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്, ഒരു ബിഗ് ഓർഗനൈസേഷൻസ് ആണെങ്കിൽ അവിടെ ടോപ്പ് മാനേജേഴ്സ് ഡു നോട്ട് ഹാവ് ഇറ്റ് എനി ടൈം ഇല്ലേ. അതായത് ഒത്തിരി വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ മാനേജേഴ്സിന് സമയം ഉണ്ടാവത്തില്ല എല്ലാ എംപ്ലോയീസിനെയും കാണാനോ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ സർവേക്കോ ഇങ്ങനെയുള്ള ഓപ്ഷൻ. കാരണം അവർക്ക് അവരുടെ ഒരു ബിസി ഷെഡ്യൂളിനകത്ത് ഇങ്ങനെ എംപ്ലോയീസ് വന്ന് പരാതി പറയുകയും അത് കേട്ട് നിൽക്കാനുള്ള സമയമില്ല. ബട്ട് ഇൻ സ്മോൾ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് എ പോസിബിൾ വൺ. So these are the 4 methods that help to understand the employees' grievances, that is exit interview, opinion survey, grey boxes and the open door policy. So the next is machinery for redressal of grievances. Here we can see a chart here. So every organization requires a permanent procedure for handling employee grievances. So grievance handling procedure is a formal process of setting grievance and it usually consists of number of steps arranged in hierarchy. So as shown in this figure, the frontline supervisor is given the first opportunity to handle grievance procedure. So the step 1 here, the frontline supervisor is given the first opportunity to handle grievances. The company is unionized. A representative of trade union also joined the supervisor in handling the grievance. So this step is essential for preserving the supervisor's authority. But all grievances cannot be settled here because they may be beyond the authority and competence of the supervisor. So in the second step, the human resource officer or a middle level executive along with the higher level union officer attempt to tackle the grievance. So again the third step, the top management and the top union leader sit together to settle grievances involving company-wide issues. So if the grievance remain unsettled, it is referred to an outside arbitrator for redressal. So these are the 4 steps, that is for the redressal of grievances. അപ്പം ഈ ഒരു പ്രൊസീജിയർ ഇല്ലേ, ഒരു 4 സ്റ്റെപ്പ് മിസ് പറഞ്ഞു ഇല്ലേ. ദ ഫസ്റ്റ് ഇല്ലേ, ഒരു ഓർഗനൈസേഷനിൽ ആദ്യം ഒരു ഇഷ്യൂ ഉണ്ടായാൽ, ഒരു ഡിസ്പ്യൂട്ട്, ഒരു കോൺഫ്ലിക്റ്റ് എന്തെങ്കിലും ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യേണ്ടത് ആരാണ്, ദ ഫ്രണ്ട് ലൈൻ സൂപ്പർവൈസർ, ഇമീഡിയറ്റ് സൂപ്പർവൈസർ. ആ എംപ്ലോയിയുടെ ഫസ്റ്റ് ഫ്രണ്ട് ലൈൻ സൂപ്പർവൈസർ, ഇമീഡിയറ്റ് സൂപ്പർവൈസർ ആരാണോ, അതോടൊപ്പം ഇൻഡസ്ട്രി യൂണിയനൈസ്ഡ് ആണെങ്കിൽ, അത് യൂണിയൻ പ്രവർത്തനങ്ങളുള്ളൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ ആ യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ് കൂടെ ചേർന്ന് ഒരു ഓറൽ പ്രസൻറ്റേഷൻ, അതായത് പറഞ്ഞു തീർക്കുന്നു. അവർ രണ്ടുപേരും ആ ഇഷ്യൂ നടന്ന പാർട്ടിയുമായിട്ട് ചേർന്ന് നമ്മളത് പറഞ്ഞു തീർക്കുന്നു. അപ്പോൾ അവിടെ ആ ഇഷ്യൂ സെറ്റിൽ ആയില്ലെങ്കിൽ വി ഗോ ഫോർ ദി സെക്കൻഡ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ഗ്രിവൻസ് ഇൻ റൈറ്റിംഗ് എന്നാണ് അവിടെ പറയുക. അപ്പം ഫസ്റ്റ് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, ദെൻ വി ഗോ ഫോർ ദി സെക്കൻഡ് ലൈൻ, ദാറ്റ് ഇസ് മിഡിൽ മാനേജ്മെൻറ്റ്, അതായത് ഒരു എച്ച് ആർ മാനേജറിലേക്ക് നമ്മളിത് പോവുകയാണ്. അപ്പോൾ ഒരു മിഡിൽ ലെവൽ യൂണിയൻ ലീഡറും കൂടെ ചേർന്നുകൊണ്ട് അപ്പോൾ ഈ പരാതി എഴുതി തയ്യാറാക്കി നമ്മൾ ആർക്ക് കൊടുക്കുന്നു, മിഡിൽ ലെവൽ മാനേജേഴ്സ് അല്ലെങ്കിൽ ഒരു എച്ച് ആർ മാനേജറെ ഏൽപ്പിക്കുന്നു. അവിടെ ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ ഒരു മിഡിൽ ലെവൽ യൂണിയൻ ലീഡറോ അല്ലെങ്കിൽ എച്ച് ആർ മാനേജറോ ഉണ്ടായിരിക്കും. അപ്പം ഈ ഇഷ്യൂ അവിടെ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഗോ ഫോർ ദി അതർ third step. Here
the top management and top union leader should settle the problem. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇത് കഴിയാതെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ തേർഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ പീപ്പിൾ ഇതിനകത്ത് ഇടപെടും ആ ഇഷ്യൂസിൽ. അപ്പം അവിടെ ടോപ്പ് യൂണിയൻ ലീഡേഴ്സും കൂടെ ചേർന്നുകൊണ്ട് ഈ ഇഷ്യൂ സെറ്റിൽ ചെയ്യണം. ഇനി അഗെയിൻ ഈ ഇഷ്യൂസ് അവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഇത് നെക്സ്റ്റ് ഇസ് ദ ഫോർത്ത് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് തേർഡ് പാർട്ടി ക്യാൻ സോൾവ് ദിസ് ഓപ്ഷൻ. അതായത് ഒരു ആർബിട്രേറ്റർ, ഒരു മധ്യസ്ഥൻ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ആർബിട്രേറ്ററെ കൊണ്ടുവന്ന് ഒരു തേർഡ് പാർട്ടി, ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടി, അതായത് രണ്ട് എംപ്ലോയറും എംപ്ലോയിയുടെ ഭാഗത്ത് നിൽക്കാതെ ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടി വന്ന് ഈ ഇഷ്യൂ വേണമെങ്കിൽ സെറ്റിൽ ചെയ്യാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താണ് മിഷണറി ഓഫ് ഗ്രിവൻസ് ഓഫ് റെഡ്രസൽ ഓഫ്, അതായത് ഇൻഡസ്ട്രിയിൽ എംപ്ലോയീസിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഇഷ്യൂ സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെവൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ് ആദ്യം ഇത് പറഞ്ഞു തീർക്കണം. അതിനുശേഷം സോൾവ് ആയില്ലെങ്കിൽ സ്റ്റെപ്പ് 2, ദാറ്റ് ഇസ് മിഡിൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മിഡിൽ ലെവൽ യൂണിയൻ ലീഡർ, that is in writing. And the third step, top management അല്ലെങ്കിൽ top union leader should solve the problem. Again it go for the third level, that is a neutral third party come for arbitration or arbitrator come to solve this issue. So this is another alternative grievance procedure that it is same as the previous one. So here also there are 5 steps. The first, the grievance means an employee dissatisfaction. So the second procedure is discussion with employee and the supervisor. So the first step is grievance put in writing, discussion between union, steward and supervisor. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ പോലെ തന്നെ അല്ലേ ഒരു ഗ്രിവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എംപ്ലോയിയുടെ ഡിസാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ എംപ്ലോയിക്ക് ഉണ്ടെങ്കിൽ ദ ഫസ്റ്റ് ദറ്റ് ഈസ് ടു ബി ഡിസ്കസ് വിത്ത് ദി സൂപ്പർവൈസർ, ആ എംപ്ലോയിയുടെ സൂപ്പർവൈസറുമായിട്ട് വേണം നമ്മളത് ഡിസ്കസ് ചെയ്യാൻ. സോ അവിടെ അത് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സ്റ്റെപ്പ് 1, അപ്പോൾ ആ ഗ്രിവൻസ് എന്ത് ചെയ്യണം, അത് എഴുതി തയ്യാറാക്കിയ ശേഷം യൂണിയൻ മെമ്പറും അല്ലെങ്കിൽ സൂപ്പർവൈസറൂടെ ചേർന്ന് ചർച്ച ചെയ്ത പരാതി പരിഹരിക്കുക. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ്, ഇനി ആ പരാതി പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീറ്റിംഗ് ബിറ്റ്വീൻ ആരൊക്കെയാണ്, അത് സൂപ്പർവൈസർ, മാനേജർ അല്ലെങ്കിൽ ഒരു HR മാനേജറും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവിടെ സ്റ്റെപ്പ് 2 നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ go for the other option, meeting between union committee and പ്ലാൻ മാനേജർ. അപ്പോൾ അവിടെ ഒരു വ്യത്യാസം എന്താണ്, അതിനുശേഷം അപ്പോൾ സെക്കൻഡ് പ്രൊസീജിയർ നമ്മൾ HR മാനേജറും സൂപ്പർവൈസറും കൂടിയാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അതിനുശേഷം അവിടെ സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തേർഡ് ഓപ്ഷനിലേക്ക് പോകുന്നത് എന്താണ്, ഒരു യൂണിയൻ കമ്മിറ്റിയെ വിളിക്കുകയാണ്. യൂണിയൻ കമ്മിറ്റിയും പിന്നെ ആ എംപ്ലോയി വർക്ക് ചെയ്യുന്ന പ്ലാന്റിലെ മാനേജറും കൂടെ ചേർന്നുകൊണ്ട് ആ ഇഷ്യൂ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. ആൻഡ് ദ ഫോർത്ത് വൺ, മീറ്റിംഗ് ബിറ്റ്വീൻ, അപ്പോൾ അവിടെ അത് സോൾവ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ എന്താണ്, ഒരു നാഷണൽ യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു ടോപ്പ് എക്സിക്യൂട്ടീവിനെ കൂടെ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഒരു ഇൻഡസ്ട്രി റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ ലേബർ ഓഫീസറൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തി ഒരു ടോപ്പ് എക്സിക്യൂട്ടീവ് ബോഡി എന്ത് ചെയ്യണം, ഈ ഇഷ്യൂസ് സോൾവ് ചെയ്തിരിക്കണം. അപ്പോൾ ഇൻഡസ്ട്രിക്കകത്ത് ടോപ്പ് എക്സിക്യൂട്ടീവ് ബോർഡിന് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ലാസ്റ്റ് സെഷനായ ആർബിട്രേഷൻ, അതായത് ഒരു ആർബിട്രേറ്റർ, തേർഡ് പാർട്ടി ഒരു ആർബിട്രേറ്റർ വന്ന് ഈ പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രിവൻസ് പ്രൊസീജിയർ. അപ്പം ഐ തിങ്ക് യു ആർ ക്ലിയർ വിത്ത് ദി ടോപ്പിക് ഗ്രിവൻസ് ആൻഡ് ഡിഫറെൻറ്റ് what are causes of grievances or the different interview, suggestion box or opinion survey, all that, and the major grievance procedure in the industry. So clear with the point. I hope you understood the topic. So prepare well, study well.